ഞങ്ങളുടെ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ടഫസ്റ്റ് ഇൻഡസ്ട്രിയിൽ പെട്ട ആണ് ഷിപ്പിംഗ്. അതിനകത്തേക്ക് വരുന്ന ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത് ജോബ് ഒരു സീരിയസ് ആയിട്ട് നോക്കാൻ മനസ്സുള്ള ആൾക്കാർ വന്നാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ കുറെ ആഡ് കൊടുത്തു, അതിന് കുറെ ആൾക്കാർ വന്നു പറഞ്ഞ എല്ലാവരും അഡ്മിഷൻ കൊടുത്തു, അങ്ങനെ ഒരു നേച്ചർ ഞങ്ങൾക്കില്ല. ഈവൻ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ നടത്താറുണ്ട്. ആ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ നടത്തി ഒരാളുടെ കപ്പാസിറ്റിയും കൂടെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഇൻ ചെയ്യണത് ആസ് എ സ്റ്റുഡൻറ്. ഈ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡേ 1 തൊട്ട് പറയാറുണ്ട്, ഈ ഇൻഡസ്ട്രിയിൽ വേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ നിങ്ങൾ തന്നെ ഗ്രൂം ആവണം. നമ്മൾ അതിനെല്ലാം ഗ്രൂമിങ് കൊടുക്കുന്നുമുണ്ട്. എത്തിക്വിറ്റ്സ്, ഹൗ ടു ബിഹേവ് ഇൻ ഓഫീസ്, കസ്റ്റമറോട് എങ്ങനെ സംസാരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഒരു സ്കില്ല് ഒക്കെ ഉണ്ട്. ഭയങ്കര ഓക്സ്ഫോർഡ് ലാംഗ്വേജോ വലിയ വൊക്കാബുലറി ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരു കോർപ്പറേറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യാം, ഹൗ ടു വർക്ക്, ഇതൊക്കെ ഞങ്ങൾ ഡേ 1 തൊട്ട് കുറേശ്ശെ കുട്ടികളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് അവർ തന്നെ മാറും. കാരണം ഞങ്ങളുടെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ലാസ്റ്റ് ബാച്ചിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അവർ ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. വന്നിരിക്കുന്ന കുട്ടികളിൽ അവരൊരു ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് നമുക്ക് തന്നെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡൻസ് അവിടെ പോയിട്ട് ആ ഇന്റർവ്യൂ അവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ തന്നെ പലരും ഗസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും പറയാം, നമുക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഇൻഡസ്ട്രിക്ക് വേണ്ട രീതിയിൽ ഒരാളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് ബാച്ചിലെ എല്ലാ കുട്ടികളും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 100% പ്ലേസ്മെന്റ് ആയിരുന്നു. അതും നന്നായിട്ട് ഗ്രൂം ചെയ്തിട്ടാണ് വിട്ടേക്കണത്. ചുമ്മാ എങ്ങനെയെങ്കിലും റെക്കമെൻഡ് ചെയ്ത് പ്ലേസ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിട്ടതല്ല. അവരുടെ സ്കില്ല് കണ്ടിട്ട് അവർ പ്ലേസ്ഡ് ആയതാണ്. അപ്പോൾ നമുക്ക് 100% ആയിട്ട് സക്സസ്ഫുൾ ആണ് ആ കേസിൽ.